പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 274 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യാതൊരു കൂട്ടർ രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചിലവഴിക്കുന്നുവോ, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ അവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ വ്യസനപ്പെടുകയുമില്ല. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നത്. സദഖയുടെ പ്രാധാന്യമാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ധനത്തിൽ നിന്ന് നാം സദഖ കൊടുക്കുക, പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുക. അല്ലാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്ന പക്ഷം അവർക്ക് അതിൽ നിന്ന് ഒട്ടും കുറവ് വരികയില്ല, അത് വർദ്ധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്ത ഒരു വചനം ഇവിടെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്മരണീയമാണ്. അള്ളാഹുവിന്റെ മുഖത്തെ പ്രീതിയെ തേടിക്കൊണ്ട് നീ ചിലവഴിക്കുന്ന ഏതൊരു ചിലവും തന്നെ തനിക്ക് അതുമൂലം പദവിയും ഉയർച്ചയും വർദ്ധിക്കാതിരിക്കുകയില്ല. തന്റെ ഭാര്യയുടെ വായിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം വരെ അതിൽ പെടുന്നതാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഈ ഹദീസിൽ നിന്നും നമുക്ക് സദഖയുടെ പ്രാധാന്യം മനസ്സിലാക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അസ്സദഖത്തു റദ്ദുൽ ബലാ എന്ന് കാണാം. ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നതാണ്. നമുക്ക് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഉണ്ടാകാവുന്ന എല്ലാവിധ ബലാ മുസീബത്തുകളും സദഖ മുഖാന്തരം നമുക്ക് ഇല്ലാതാകും. അതുപോലെ തന്നെ നാളെ ഖബറിൽ നമ്മുടെ മരണശേഷം നമുക്ക് അവശേഷിക്കുന്ന, നമ്മുടെ ഈ ലോകത്തെ സമ്പാദ്യങ്ങളിൽ അവശേഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ജാരിയായ സദഖ. അതുകൊണ്ട് എല്ലാവരും സദഖയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ചിലവഴിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുക. നമുക്ക് നാളെ നമ്മുടെ പരലോക ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കട്ടെ. എല്ലാവരും സദഖയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നാം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുകയല്ലാതെ അതിൽ കുറവ് വരികയില്ല. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലങ്ങളിലും സദഖയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന, യാതൊരു മടിയും കൂടാതെ ചിലവഴിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.